അതുകൊണ്ട് ഇവർക്ക് സ്നേഹവും സത്യസന്ധതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവർ വളരെ സെൻസിറ്റീവും ആയിരിക്കും. എന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് ചിരിക്കും. ഇതെല്ലാം ആർദ്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് പലപ്പോഴും പലർക്കും ഡിസ്കംഫർട്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമില്ലായ്മ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ആർദ്ര നക്ഷത്രം പൊതുവെ രാഹുവിൻ്റെ കീഴിലായതുകൊണ്ട് ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ബാഹ്യമായിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആർദ്ര നക്ഷത്രക്കാർ പൊതുവെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ല വെല്ലുവിളികൾ നിങ്ങൾക്ക് മെയ് മാസത്തിൽ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ തൊഴിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, അത് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നന്നായിട്ട് ചിലവുണ്ടായിട്ടുണ്ടാവും. അതും കൊണ്ട് നിങ്ങൾ ടോട്ടലി ഡൗൺ ആയിട്ടുണ്ടാവും. എന്തും കൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം